ഒരു വർഷമായി നമ്മൾ വീടിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനാണ് നമ്മളെ കാണിക്കുന്നത്. എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ വീഡിയോസിൽ കാണാം. വീട് താമസിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ ഒക്ടോബർ 13-ാം തീയതിക്ക് ഒരു വർഷം തികഞ്ഞു വീട് താമസമായിട്ട്. നമ്മളെ വീട് ഇൻ്റർലോക്ക് എന്ന് പറയും, മണ്ണുകൊണ്ടുള്ള ക്ലേ കൊണ്ടുള്ള ഇൻ്റർലോക്ക് വെച്ചിട്ടാണ് വീട് ഉണ്ടാക്കിയിട്ടുള്ളത്. വീടിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്തുള്ള കർട്ടണ് ഫസ്റ്റ് ഫ്ലോർ യൂസ് ചെയ്തെല്ലാം റോമൻ ബ്ലൈൻസ് ആണ്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ചെയ്തുള്ളത് നമ്മൾ തന്നെയാണ്. ഇതിൻ്റെ ടേബിൾ ചെയ്ത് ഒരു ജിഐൻ്റെ പൈപ്പിൽ നമ്മൾ തന്നെ സെറ്റ് ചെയ്തതാണ് ഒരു ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു പാർട്ടീഷൻ കൊടുത്ത് ജസ്റ്റ് ഒരു എല്ലാ വീട്ടിലും ഉണ്ടാവുന്നില്ല, അപ്പോൾ അതുപോലെ നമുക്കും ആവശ്യം വേണ്ടില്ല. പിന്നെ സ്റ്റെയർ ചെയ്തിട്ടുള്ളത് ജിഐൻ്റെ സ്ട്രക്ചർ ചെയ്തിട്ട് അതിൽ ചീനി വുഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അഥവാ നമ്മൾ റോഡ് സൈഡിലെല്ലാം ഒരു മരം ഉണ്ടാവുന്നുണ്ടല്ലോ, അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന് ഹാൻഡ് റെയിൽ കൊടുത്തു. ഇതേപോലെ ഇങ്ങനെ സൈഡിൽ സ്റ്റെപ്പിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ഇതാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വാഷ് ബേസിൻ്റെ ലൈറ്റ് ഇപ്പോൾ കത്തുന്നില്ല, സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിരുന്നു, അത് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ വീട്ടിൽ ഷോക്കേസായിട്ട് ഇപ്പോൾ ഇല്ല, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു മെറ്റലിൻ്റെ ഫ്രെയിം കൊടുത്തിട്ട് അതിൽ നമ്മളെ മക്കളെ ട്രോഫി കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ അവരെ മ്യൂസിക് ഐറ്റംസ് ടോയ് ആണ്. പിന്നെ ഇത് ഈ അടുത്ത് ഒരു മാസമായിട്ടില്ല റോബോട്ടിക് ഫ്ലോർ ക്ലീനർ വാങ്ങിയത്, യൂറോക്ക ബോക്സിൻ്റെ. നല്ല ഉപയോഗമാണ്, നല്ല യൂസ് ചെയ്യാൻ. മോപ്പിങ്ങിന് അത്ര നമ്മൾ ഇത് കൊടുക്കുന്നില്ല, പക്ഷേ പൊടിയെല്ലാം വലിച്ചെടുക്കാൻ വളരെ ഉഷാറാണ്, നല്ല ക്ലീനായി കിട്ടുന്നുണ്ട്. ബെഡ്റൂം ഇങ്ങനെയായിരുന്നു സെറ്റ് ചെയ്തിരുന്നത്. ഇവിടെയും റോമൻ കർട്ടൺ കൊടുത്തിരുന്നു. അതൊക്കെ ബെഡ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ബെഡ്ഷീറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ, ഇതിൻ്റേതായതുണ്ട്. ഇതെല്ലാം ഇപ്പോൾ താൽക്കാലികമുള്ളതാണ്. ഇങ്ങനെ ഗ്രേ കളറ് കുഷ്യൻ കൊടുത്ത് അതേക്ക് മാച്ചാവുന്ന രീതിയിൽ തന്നെ ഫാബ്രിക്കേഷനാണ് ഈ വാർഡ്രോബ് ചെയ്തത്. ഒക്കെ മിനിമലായിട്ടുള്ള ഓവർ ആർഭാടം അതിന്മേൽ ചെയ്തിട്ടില്ല. മിററൊക്കെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചിട്ടുള്ളൂ. പിന്നെ അതുപോലെ ഇപ്പോഴത്തെ രണ്ടാമത്തെ താഴെ 2 റൂമുണ്ട്, അതിൻ്റെ ഇതുപോലെ വൈറ്റാണ് അലമാര കൊടുത്തുള്ളത്. ഡോറെല്ലാം നോർമൽ PVC ഡോറാണ് കൊടുത്തുള്ളത്. ബെഡ് അതുപോലെ വൈറ്റ് കുഷ്യൻ കൊടുത്തത് ഭയങ്കര അബദ്ധമാണ്, അത് ചളിയെല്ലാം പിടിക്കുന്നുണ്ട്. പിന്നെ വേറൊന്ന്, നമ്മൾ വീടിൻ്റെ എല്ലാ ഇൻറ്റീരിയറിൽ വരുന്ന എല്ലാ ഡോറുകളും FRP ഡോറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് മരമല്ല, ഫുള്ള് PVC ഡോറാണ്. ഫ്രെയിം അടക്കം ഞങ്ങളെല്ലാം സ്പേസ് ഇട്ടിട്ടായിരുന്നു. ഒക്കെ നമ്മളെ വർക്ക് തന്നെ ആയതുകൊണ്ട് നമ്മൾ ആദ്യം അങ്ങനെ തന്നെ പ്ലാൻ ചെയ്തിരുന്നത്. 2 എക്സ്റ്റീരിയർ ഡോറ് മാത്രമേ നമ്മൾ വുഡിൽ ചെയ്തിട്ടുള്ളൂ. ഇതാണ് നമ്മളെ വീടിൻ്റെ കിച്ചണ്. എല്ലാം ഒരു മിനിമൽ വർക്കുകളേ ഉള്ളൂ, കാരണം പുറത്ത് വർക്ക് ഏരിയ ആയിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. ഈ കിച്ചണിൽ തന്നെയാണ് യൂസ് ചെയ്യുക, കാരണം ഇവിടെ നമ്മൾ ഫുള്ള് സ്റ്റൗവാണ്, ഇൻഡക്ഷൻ കുക്കറാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. വീട് സോളാർ ചെയ്തുകൊണ്ട് കൂടുതലായിട്ടും ഈ 2 ഇത് വരുന്ന ഇൻഡക്ഷൻ കുക്കറാണ് യൂസ് ചെയ്യുന്നത്, പ്രസ്റ്റേജിൻ്റെ. നല്ല ഈസിയാണ്, കുക്കിങ്ങൊക്കെ വളരെ ഈസിയാണ്. ഇത് സ്റ്റാൻഡ് വഴി ആയിട്ടുണ്ട്, കറണ്ട് പോകുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതോടെ ഉണ്ട്. അതുപോലെ എയർ ഫ്രയർ, ഓവണ്, അതൊക്കെ വോൾട്ടാസിൻ്റെ ഒരു ചെറിയ സ്മോൾ ഡിഷ് വാഷർ ടേബിൾ ടോപ്പായിട്ട് വരുന്നതാണ്. നമ്മളത് ടേബിൾ ടോപ്പിലല്ല, താഴെയാണ് വെച്ചില്ല, ബോട്ടത്തിലാണ് വെച്ചില്ല. അതുപോലെ ഇങ്ങനെ ഒരു ഷോക്കേസ് അന്ന് സ്പേസ് ഇട്ടിരുന്നു, അത് ഇങ്ങനെ ബ്ലാക്ക് ഗ്ലാസ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നമ്മളെ ചെറിയ കപ്പ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ഫ്ലോർ കയറാൻ പോകും. ഇതാണ് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. സ്ട്രക്ചർ GIൻ്റെ ടാറ്റൻ്റെ GI അന്ന് ചെയ്തത്. ഇങ്ങനെ അതേപോലെ ഇവിടെ ഒരു ഫസ്റ്റ് ലാൻഡിങ്ങിലൊരു ഫ്ലവർ പ്ലാസ്റ്റിക്കാണ്, കണ്ടാൽ ഒറിജിനലായിട്ട് തോന്നിക്കും.
ഈ ഒരു സ്റ്റെപ്പിന് മാച്ചായി കൊണ്ട് തന്നെയാണ് നമ്മൾ ടൈൽ ഏകദേശം കൊടുത്തുള്ളത്. ഇത് ടൈലാണ് താഴെയിട്ടുള്ളത്. സ്റ്റെപ്പ് അതും എല്ലാ അത്ര ഇതിൽ അറിയുന്നില്ല. പിന്നെ മുകളിലത്തെ നിലയിൽ ഇതിൽ നമ്മൾ യൂസ് ചെയ്ത് എക്സ്റ്റീരിയർ ഡോറെല്ലാം ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ അങ്ങനെ അൾജീരിയൻ വിൻഡോ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ടിലോട്ട് വരുന്നത്. ഫ്രണ്ട് ചെറിയൊരു ബാൽക്കണി സെറ്റപ്പ്. ഇത് അൾജീരിയൻ വിൻഡോ ആണ് ചെയ്തിട്ടുള്ളത്. 8mm ഗ്ലാസ്സാണ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ പുറത്ത് ഇതുപോലൊരു ചെറിയൊരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൽ അന്നൊക്കെ അങ്ങനെ ഇരുന്നിരുന്നു, ഇപ്പം അങ്ങനെ ഇരുത്തല്ല. ഈ ബാൽക്കണി ഇങ്ങനെ ജസ്റ്റ് ഗ്ലാസ് ഇട്ടിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ വർക്ക് തന്നെയാണ് ഫുള്ള് വീടിൻ്റെ ഏകദേശം വർക്കുകളെല്ലാം ചെയ്തത്. പിന്നെ മുകളിലെ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിരുന്നു. പിന്നെ ഇവിടെ നമ്മൾ ഒരു ജാലിയാണ് ഇതിൻ്റെ ബാക്കിലുള്ളത്. ഈ ഒരു അണിക്കോമ്പ് കർട്ടൻ്റെ ബാക്കിൽ ജാലിയാണുള്ളത്. അത് ഞാൻ പുറത്തുനിന്ന് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് ഈ ഒരു ജാലി ക്ലേ കൊണ്ടുള്ള ജാലി ചെയ്തിരുന്നു. ഇത് വീടിന് നല്ല എപ്പോഴും നല്ലൊരു എയർ പാസിങ് ഫീൽ കിട്ടും. പക്ഷെ നല്ല രാത്രി ആയി കഴിഞ്ഞാൽ നല്ല പ്രാണികളെ ബുദ്ധിമുട്ടുണ്ട്. ലൈറ്റ് കണ്ട പ്രാണികൾ വരുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് അവിടെ ഒരു കർട്ടൺ വെച്ചുള്ളത് അണിക്കോമ്പ്. ഇതാണ് മുകളിലെ റൂം ഒന്ന് വരുന്നത്. ഇതിൽ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു ഇതേ ഉള്ളൂ. കർട്ടന് സീബ്ര ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ വാർഡ്രോബും കാര്യമൊന്നും ചെയ്തില്ല. ഇവിടെ എല്ലാം ഡോറ് വരുന്നത് FRP ഡോറുകളാണ് കേട്ടോ. ബെഡ്റൂം ഡോറെല്ലാം ചെയ്തിട്ടുള്ള FRP ആണ്. പിന്നെ സെക്കൻഡ് റൂം, മുകളിലെ സെക്കൻഡ് റൂം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതിലും കർട്ടന് സെയിം കളർ, ഒരു ഐവറി കളറിൽ സീബ്ര. അതുപോലെ ഒരു അലമാര ജസ്റ്റ് PVC ഫോം ബോർഡിലാണ് ചെയ്തിട്ടുള്ളത്. അതും മിനിമലായിട്ട് ഓവർ ഡിസൈനൊന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് 3 ഡോറ്, ഇതിൻ്റെ പോലെ സൈഡിലൊരു മിറർ കൊടുത്തുള്ളൂ. പിന്നെ റൂം നമ്മളിതിൻ്റെ മുകളിലെ റൂം വരുന്നത് റൂഫിങ് വരുന്നത് കോൺക്രീറ്റ് അല്ല, ഇത് ജിയോ റൂഫിൻ്റെ ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഫുള്ളായിട്ട് ഫാൾ സീലിംഗ് ചെയ്തതാണ്. ജിപ്സം കൊണ്ട് ഉപയോഗിച്ചിട്ട് സീലിംഗ് ചെയ്തതാണ്. അതുകൊണ്ട് ചെറിയൊരു ചൂട് റൂമിൻ്റെ ഉള്ളിൽ എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഷീറ്റ് ഉച്ച സമയമാകുമ്പോൾ, രാത്രി ഇല്ല, രാത്രി നല്ല കൂളിംഗാണ്. ഉച്ച സമയമായി കഴിഞ്ഞാൽ ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് AC, ഒരു റൂമിൽ AC ഉള്ളതുകൊണ്ട് അത്ര വലിയ ഇത് ചെയ്യുന്നില്ല നമ്മൾ. പിന്നെ ഇവിടെ അത്ര യൂസിങ് ഇല്ല. ഒരു റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട്. ഇവിടെ താഴെ റൂമിൽ നിന്ന് ഹാളിൽ നിന്നൊരു ഗ്ലാസ്, റൂഫിലെ ഗ്ലാസ് ചെയ്തിരുന്നു. അത് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ താഴെ വെയിൽ സൂര്യപ്രകാശം കുറക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഒരു അണിക്കോമ്പ് കർട്ടൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ വീഡിയോയിൽ വൈറ്റ് കളർ കാണുന്നത്. ഞാൻ താഴത്തുനിന്ന് അപ്പോൾ അത് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അത് അടിയിൽ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, സീലിങ്ങിലൊരു കട്ടിങ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ വീടിൻ്റെ ഡീറ്റെയിൽസ് ഉള്ളത്. അപ്പോൾ ഇതുപോലെ ചെറിയ രീതിയിലൊക്കെ ഇൻറ്റീരിയറോ ചെയ്യിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. ഈ ചാനൽ വഴിയോ അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അത് ഇങ്ങനെ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മിനിമലായിട്ടും ലക്ഷറി ആയിട്ടും ഏത് രീതിയിൽ നമുക്ക് ചെയ്തു തരാൻ പറ്റും.